ഹേ ഓൾ മൈ ബ്യൂട്ടിഫുൾ ലവ്സ്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ നോമ്പ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നോമ്പ് എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് തിരക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവൾ പറഞ്ഞത് പ്രകാരം ഞാൻ രാവിലെ 4:35 അലാറം വെച്ച് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ പോയി. അമ്മയൊക്കെ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ പെതുക്കെ 2 ചപ്പാത്തിയും ഓംപ്ലേറ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓംപ്ലേറ്റിൽ സവാളയൊന്നും ഇട്ടില്ല കേട്ടോ, കാരണം അത്രയും ക്ഷമയൊന്നും എനിക്കില്ലായിരുന്നു. അങ്ങനെ 2 ചപ്പാത്തിയും ഓംപ്ലേറ്റും പിന്നെ കുറച്ച് മുന്തിരിങ്ങ ഉണ്ടായിരുന്നു, അതും കൂടി എടുത്തു. അപ്പോൾ അവൾ 5:20 മുമ്പ് കഴിച്ച് തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5:20 ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ വെള്ളവും കുടിച്ച് എൻ്റെ ഫുഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അവൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ഫ്രഷ് ആയിട്ട് നേരെ ഞാൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നത്തെയും പോലെ. അപ്പോൾ വർക്കൗട്ടൊന്നും ഒരുപാട് ചെയ്തിട്ടില്ല, കാരണം വെള്ളം കുടിക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ചെറുതായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് റെസ്റ്റ് എടുത്തൊക്കെയാണ് ചെയ്തത്. പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് ഫ്രഷായി നേരെ ഓഫീസിലോട്ട് പോയി. അപ്പോൾ ഓഫീസിലെ ജോലികളൊക്കെ ചെയ്തു. അപ്പം ഫുഡ് കഴിക്കാത്തത് കൊണ്ട് എനിക്ക് വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല. പക്ഷേ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ വെള്ളം കുടിക്കാത്തത് കൊണ്ട് തൊണ്ടയ്ക്കൊക്കെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ അവളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ മുഖമൊക്കെ കഴുകാൻ പറഞ്ഞു. അങ്ങനെ മുഖമൊക്കെ കഴുകി ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് എൻ്റെ സമയമൊക്കെ നോക്കിയിരുന്നു. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ബോഡിയൊക്കെ നല്ല ചൂടായിട്ടുണ്ടായിരുന്നു വെള്ളം കുടിക്കാത്തത് കൊണ്ട്. അങ്ങനെ നോമ്പ് മുറിക്കാനുള്ളതൊക്കെ സെറ്റാക്കി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു അവളുടെ കോള്. അങ്ങനെ അവൾ ഒരു 6:45 ആയപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ വിളിച്ച ഉടനെ ഞാൻ തണ്ണിമത്തങ്ങ ജ്യൂസ് കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഈന്തപ്പഴം എടുത്ത് കുടിച്ചു. എന്നിട്ടും എനിക്ക് അത്ര സുഖം അങ്ങോട്ട് തോന്നിയില്ല. ഞാൻ അപ്പം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആ തണുത്ത വെള്ളം കുടിച്ചു. തണുത്ത വെള്ളം കുടിച്ചപ്പോഴാണ് വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ വെള്ളം കുടിച്ചതോടെ എനിക്ക് നല്ല സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ വയറ് നല്ലപോലെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും കഴിച്ചില്ലെങ്കിലും. പിന്നെ ഞാനൊരു കട്ട്ലറ്റ് ഉണ്ടായിരുന്നു, ആ കട്ട്ലറ്റിൻ്റെ പകുതിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുന്തിരിങ്ങയും മാമ്പഴമൊന്നും ഞാൻ കഴിച്ചില്ല, വയറ് നിറഞ്ഞു. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് കുറച്ച് ചോറും ചിക്കനും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്